കോഴിക്കോട് തേഞ്ഞിപ്പലം പോക്സോ കേസിൽ മരിച്ച കുട്ടിയുടെ ഉമ്മയും സഹോദരനും കോഴിക്കോട് കളക്ടറേറ്റിൽ അഭയം തേടി. കോടതി ഉത്തരവ് പ്രകാരം വാടക വീട്ടിൽ നിന്ന് കുടുംബത്തെ ഇറക്കി വിട്ടിരുന്നു. കുടുംബത്തിന് സഹായം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവും ഇറക്കിയിരുന്നു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നൊരു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇത് ദുഃഖകരമാണ്. ഈ രീതിയിൽ ഈ കുടുംബത്തിന് ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് അഭയം പ്രാപിച്ച് വരേണ്ടി വന്നത്. എന്താണ് അതിന് സാഹചര്യമായത്? അതിലിപ്പോൾ എന്തെങ്കിലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകുമോ? രാഹുൽ, പ്രജിൻ, ഇതുവരെയും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം. 2022 തേഞ്ഞിപ്പാലം പോക്സോ കേസിലെ അതിജീവിത വാടക വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്ന് തന്നെ വിഷയത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയും സർക്കാർ സംവിധാനങ്ങളോട് ഈ കുടുംബത്തിന് വേണ്ട എല്ലാ നടപടികളും സഹായങ്ങളും ചെയ്യണമെന്ന് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 3 വർഷമായി ഈ മരിച്ച കുട്ടിയുടെ ഉമ്മയും അതോടൊപ്പം തന്നെ സഹോദരനും വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇവർക്ക് മറ്റ് സഹായങ്ങളില്ലാത്തതിനാൽ ഈ വീടിൻ്റെ വാടക നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ വീടിൻ്റെ ഓണർ കോടതിയെ സമീപിക്കുകയും ഇതിൽ ഒന്നെങ്കിൽ വാടക വാങ്ങി നൽകാൻ കോടതി ഇടപെടണം, അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നതിന് കോടതി ഉത്തരവിറക്കണം എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പ്രകാരം ഇന്നാണ് ഇവർ വീട് വിട്ട് പുറത്തിറങ്ങുന്നത്. പക്ഷേ പോകാൻ മറ്റ് നിർവാഹമില്ലാതെ മറ്റിടങ്ങളില്ലാതെ വന്നതോടെയാണ് വീട്ടിലുള്ള സാധനങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ഇവർ എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ മരിച്ച കുട്ടിയുടെ ഉമ്മയും അതോടൊപ്പം തന്നെ സഹോദരനുമാണ് ഉള്ളത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് വളരെ കുറച്ച് സാധനങ്ങളുമായാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കാത്ത് കഴിയുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ കഴിയുകയാണ് ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെയും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്താണ് ഉമ്മ, മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെയാണോ ഇവിടേക്ക് എത്തേണ്ടി വന്നത്? ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവസാന ഘട്ടത്തിലാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാ സ്ഥലത്തും പോയതാണ്, എല്ലാത്തിനും നടന്ന് റേഷൻ കാർഡ് പോലില്ലായിട്ട് അതിന് വരെ ഒരുപാട് നടന്നതാണ്. അപ്പം അവസാന ഘട്ടത്തിൽ ഇങ്ങനെ അത്താണില്ലാണ്ടായി റോട്ടിൽ ഇറങ്ങേണ്ടി വന്നപ്പോൾ എനിക്ക് എവിടെയൊക്കെ പോവാൻ സ്ഥലമില്ല. ഇവിടുന്ന് എന്തെങ്കിലും ഒരിത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു വീട് എന്തെങ്കിലും ആയി കിട്ടാൻ വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് ഇതിനോടൊക്കെ തന്നെ പല കമ്മീഷനും സംവിധാനങ്ങളും ഉത്തരവിറക്കിയതല്ലേ, പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. പാലിച്ചിട്ടില്ല. എല്ലാവരും വെറുമാക്ക് പറഞ്ഞ് ചാനലിലൊക്കെ ഇങ്ങനെ വെറുമാക്ക് പറഞ്ഞ് ഓലൊക്കെ അങ്ങോട്ട് പോയി. 2-3 വർഷമായി മോളെ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് ഓൽക്ക് ഒന്നും ഒരുക്കി തരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരോടും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഓല് കാണിച്ചു തരും എന്ന് വിചാരിച്ച് നിന്നിട്ട് ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. പ്രജിൻ, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയം മുമ്പ് ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെടുകയും ഉമ്മയും അതോടൊപ്പം തന്നെ ഈ സഹോദരനെയും 2 ഇടങ്ങളിലാക്കി മാറ്റാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇവർ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. 2 പേർക്ക് ഒന്നിച്ച് കഴിയാൻ വേണ്ട സഹായം നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സഹായം നൽകണം എന്ന് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്താണ് ഒരു നടപടിയെടുക്കാൻ എന്താണ് തടസ്സം? അതിൽ വിശദാംശങ്ങളുണ്ടോ, വിവരങ്ങളുണ്ടോ? പ്രജിൻ, അതിൽ വിശദാംശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യാവകാശ കമ്മീഷൻ 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയതാണ്. അതായത് വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ ഉത്തരവിറക്കിയതാണ്. പക്ഷേ അത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തനമായിട്ടുള്ള നൗഷാദ് തെക്കയിൽ കൂടി ഇപ്പോൾ 24നോടൊപ്പം ചേരുന്നുണ്ട്. 2 തവണ ഉത്തരവിറക്കിയതാണ്, എന്നിട്ടും പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നില്ല എന്നാണോ? തീർച്ചയായിട്ടും അത് പിന്നെ 3 കൊല്ലം മുമ്പേ ബഹുമാനപ്പെട്ട ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇവർക്ക് വീടുണ്ടാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞതാണ്. അവർ വേണ്ട ശുപാർശ ചെയ്യുമെന്നും പറഞ്ഞതാണ്. അതും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവുകളും നടപ്പിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇപ്പം നിലവിൽ താമസിക്കാൻ ഇടമില്ലാതെ വന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും മനാഫ് അടക്കമുള്ള നമ്മുടെ മോഹസിൻ ബോബിജി അടക്കമുള്ള ആളുകൾ വന്നിട്ട് തൽക്കാലം ഇന്ന് അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്നും ചികിത്സ നടത്തിയിട്ട് സമരം തീർച്ചയായിട്ടും തുടരും. അവർക്ക് നീതി വേണം. നീതി ലഭിക്കുന്നത് വരെ ഇവരുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. പ്രജിൻ, ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ള വിവരം, ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രിയിൽ ഈ 2 പേർക്കും താമസിക്കാനായി ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. നാളെ വീണ്ടും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. അതിലിപ്പോൾ ഇന്ന് രാത്രിയിൽ തൽക്കാലം തങ്ങാനായി മാത്രം ഒരു സംവിധാനം ഒരുങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ.
രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. സങ്കടകരമാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ. എത്രയും പെട്ടെന്ന് അതിൽ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ.